ഹായ് എവരിവൺ. നമ്മൾ പഠിക്കാൻ പോകുന്നത് പാത്ത് ഇൻഡിപെൻഡന്റ് എന്നുള്ള ഭാഗത്തിൽ ഒരു പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ആണ്, ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ I is equal to integral over c 3x square dx plus 2yz dy plus y square dz from a is equal to 0 1 2 to b is equal to 1 minus 1 7 by showing that the line integral is path independent. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ തന്ന ആ ഇന്റഗ്രേഷൻ പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കണം. പാത്ത് ചെയ്യുന്നത് the given integral is path independent. അപ്പോൾ ഇതിന് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്ന്, എങ്ങനെയാണ് ഒരു ഇന്റഗ്രേഷൻ പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ ചെക്ക് ചെയ്യാം. ഇനി അവിടുന്ന് എങ്ങനെയാണ് അതിന്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, മൂന്നാമത്തെ വാല്യൂ കണ്ടുപിടിക്കുക. മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കിട്ടുക. ഒന്നാമത്, എങ്ങനെയാണ് പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്ന ഫംഗ്ഷനില് നമുക്ക് f is equal to രൂപത്തിലാണ് pi plus qj plus rk രൂപത്തിലാണ്. ഇതാണ് ഓക്കേ. അപ്പോൾ f dx plus അതായത് here p is equal to p എന്നത് ഈ dx ന് മുന്നേയുള്ള സംഖ്യ, അതായത് 3x square. q is equal to എന്തായിരിക്കും 2yz and r is equal to y. First term we have f is equal to pi plus qj plus rk, where p is equal to dx ന് മുന്നേയുള്ള സംഖ്യ നമ്മൾ p എന്നും dy ക്ക് മുന്നേയുള്ള നമ്മൾ q എന്നും അതേപോലെ dz ന് മുന്നേയുള്ള നമ്മൾ r എന്നും വരും. ഓക്കേ, ഇനി ഇത് പാത്ത് ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് ചെക്ക് ചെയ്യാം. ഒന്നാമത്തേത് dou p by dou y is equal to dou q by dou x. രണ്ടാമത്തേത് dou q by dou z is equal to dou r by dou y. മൂന്നാമത്തേത് dou p by dou z is equal to dou r by dou x. ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുക. ഇത് മൂന്ന് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും the integral is path independent. ഇനി ഇവിടെ രണ്ടെണ്ണമേ ഉള്ളൂ, dx dy മാത്രമേ സെറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് നോക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഈ മൂന്ന് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നത് dx dy dz മൂന്നെണ്ണം ഉണ്ടെങ്കിൽ, ഇനി നമുക്ക് d സെറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് മാത്രം ചെക്ക് ചെയ്താൽ മതി, ഒരു ഇക്വേഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, dou p by dou y ഇതിനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് dou by dou y of 3x square, അതിനകത്ത് y ഇല്ല, അവരുടെ ഡെറിവേറ്റീവ് 0. dou q by dou x is equal to dou by dou x of q ന് പകരം കൊടുക്കാം 2yz. ഇതിനകത്ത് x ഇല്ല, അവരുടെ ഡെറിവേറ്റീവ് 0. Therefore we can say that dou p by dou y is equal to dou q by dou x. So ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ. ഈ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുക, dou q by dou z is equal to dou by dou z of q ന് പകരം കൊടുക്കാം 2yz is equal to 2y. അതേപോലെ dou r by dou y is equal to dou by dou y of r ന് പകരം കൊടുക്കാം y square is 2y. അപ്പോൾ രണ്ട് സെയിം ആണ്. Therefore we can say that dou q by dou z is equal to dou r by dou y. So it satisfies the second equation. Satisfies. ഇതത്രേ ഉള്ളൂ. dou p by dou y dou q by dou x ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഒരു ഇക്വേഷൻ. അതേപോലെ dou q by dou z ഉം dou r by dou y ഉം നോക്കി രണ്ടും സെയിം വാല്യൂ ആണ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. Then the third one, dou p by dou z is equal to
ഇല്ല, ഒരു ഡെറിവേറ്റീവ് 0. അതേപോലെ dou r by dou x is equal to dou by dou x of y square, another x ഇല്ല, ഒരു ഡെറിവേറ്റീവ് 0. Therefore we can say that dou p by dou z is equal to dou r by dou x. So നമുക്ക് മൂന്ന് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്തു. dou p by dou y is equal to dou q by dou x, dou q by dou z is equal to dou r by dou y, dou p by dou z is equal to dou r by dou x. മൂന്ന് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് നമുക്ക് തന്ന ഫംഗ്ഷൻ എന്താണ്? ഇന്റഗ്രൽ എന്നത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ ഇതാണ് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് ചെക്ക് ചെയ്യാൻ ഇത്രയും ചെയ്താൽ മതി. നമുക്ക് 3 dx dy dz ഉണ്ടെങ്കിൽ മൂന്ന് ഇക്വേഷൻ നോക്കണം. dx dy മാത്രം ഉണ്ടെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പറയാൻ പറ്റും. So we get the given integral is path independent. ഇനി എങ്ങനെയാണ് ഇതിനെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് ഇതിനെ നമുക്ക് പറയാൻ പറ്റും കൺസർവേറ്റീവ് ആണ്. The given function f is conservative. f conservative എന്ന് പറഞ്ഞാൽ f is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും? del phi എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ f എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. That implies so പ്രത്യേകത f is equal to നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? 3x square I plus 2yzj plus y square k, which is equal to del phi. Del phi എന്ന് പറഞ്ഞാൽ that is dou phi by dou x I plus dou phi by dou yj plus dou phi by dou z. അപ്പോൾ ഇത്രയും വരും. നമുക്ക് തന്നിട്ട് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. പാത്ത് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? കൺസർവേറ്റീവ് ആവണം. അപ്പോൾ ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആണെങ്കിൽ f is equal to ചെയ്യാം del phi എഴുതാൻ പറ്റും. ഈ phi നമ്മൾ പറഞ്ഞ പേരാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നതാണ് ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് f is equal to del phi എഴുതാം. f എന്താണ് നമുക്ക് തന്നത്? dx ന് മുന്നേയുള്ള ആള് into I plus dy ക്ക് മുന്നേയുള്ള ടേം into j plus dz ന് മുന്നേയുള്ള ടേം into k is equal to del phi. ഓക്കേ, del phi എന്നാണ്. ഇനി എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. I യുടെ കമ്പോണന്റ്സ് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? therefore we get dou phi by dou x is equal to 3x square. എങ്ങനെ ചെയ്തത്? I യുടെ മുന്നേയുള്ള സംഖ്യ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടെ dou phi by dou x I is equal to 3x square. And equation number 1. dou phi by dou y is equal to എന്താ വരിക? ഇവിടെ j യുടെ മുന്നേ dou phi by dou y. അപ്പോൾ j യുടെ മുന്നേ ആരാ? 2yz. equation number 2. അതേപോലെ dou phi by dou z is equal to y square. equation number. Okay. So ഇത്രയും. ഇനി ഈ മൂന്ന് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ മൂന്ന് ഇക്വേഷൻ വെച്ചിട്ട് phi യുടെ വില കണ്ടുപിടിക്കണം. phi എന്ന് പറഞ്ഞ പേര് പൊട്ടൻഷ്യൽ. phi യുടെ വില കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ എന്ത് ചെയ്തു? ഇക്വേഷൻ 1 എടുത്തു. ഇക്വേഷൻ 1 എന്താ? dou phi by dou x is equal to 3x square. അപ്പോൾ ഇത് phi കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? phi കിട്ടാൻ മതി ഇന്റഗ്രേറ്റിംഗ് with respect to x. അല്ലേ? x dou x പോകാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? x വെച്ച് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ we get phi is equal to integral 3x square dx is equal to 3 into x cube by 3 എന്നുള്ള x square integral x cube by 3 plus ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തരുന്ന phi ക്ക് ആരൊക്കെ ഉണ്ട്? x ഉണ്ട്, y ഉണ്ട്, z ഉണ്ട്. പിന്നെ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താണ്? സാധാരണ ഡെറിവേറ്റീവ് അല്ല, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഏത് വേരിയബിൾ ആണ് താഴത്തുള്ളത്?
നമ്മൾ x വെച്ചുള്ള ഡിഫറൻഷ്യൽ ഇന്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ x അല്ലാത്ത ബാക്കി രണ്ട് വേരിയബിൾസ് എന്താവാം? കോൺസ്റ്റന്റ് ആവാം. അപ്പോൾ നമ്മൾ ഇവിടെ പേര് കൊടുക്കുക g of y, z. കോൺസ്റ്റന്റിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ x അല്ലാത്ത ബാക്കി രണ്ടാവേ എഴുതാം. ഓക്കേ, ഇതിന് ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ we get phi is equal to 3x. അവിടെ 3 ന്റെ പെട്ടി പോയി x ക്യൂബ് ആയി. So we get phi is equal to x cube plus g of yz എന്ന് കിട്ടും. ഇനി നമുക്ക് കമ്പയർ ചെയ്യണം. ഇപ്പോൾ ഇക്വേഷൻ 1 നമ്മൾ യൂസ് ചെയ്തില്ല, ഇത് നമ്മൾ യൂസ് ചെയ്തു. ഇക്വേഷൻ 2 ഉം 3. അപ്പോൾ ഇക്വേഷൻ 2 ൽ എന്താണ്? ഡോ phi by ഡോ y. ഇവിടെ ആണുള്ളത് phi. അപ്പോൾ രണ്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് എന്താക്കണം? ഡോ phi by ഡോ y ആക്കണ്ടേ? അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം with respect to y. For differentiate partially with respect to equation 4. Differentiate equation 4 എന്ന് ചെയ്യാം. differentiate partially with respect to y. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡോ phi by ഡോ y is equal to x ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? x ക്യൂബിനകത്ത് y ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് g of yz ന്റെ ഡെറിവേറ്റീവ് g dash of yz. ഓക്കേ, then equation number 4. equation number 5. എന്താ ചെയ്തത്? equation 1 നെ നമ്മൾ with respect to x ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ phi is equal to x cube plus constant നെ എന്ത് ചെയ്തു? g of x അല്ലാത്ത ബാക്കി രണ്ട് വേരിയബിൾ കൊടുത്തു. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി 4 ഉം 2 ഉം കമ്പയർ ചെയ്യണമെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡ് സെയിം ആയിരിക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഡോ phi by ഡോ y ആവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തു. സോ വി ഗെറ്റ് ഡോ phi by ഡോ y is equal to x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് g യുടെ ഡെറിവേറ്റീവ് g dash കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. കമ്പയറിംഗ് ഇക്വേഷൻ 2 and 5. ഇക്വേഷൻ 2 5 ഉം സെയിം ആണ്. 2 ൽ എന്താണുള്ളത്? ഡോ phi by ഡോ y. 5 ൽ എന്താണുള്ളത്? ഡോ phi by ഡോ y. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യാം. സോ വി ഗെറ്റ് ഇവിടെ എന്താണുള്ളത്? റൈറ്റ് സൈഡിൽ 2yz is equal to g dash of yz. g dash എന്ന് പറഞ്ഞാൽ 2yz. ഓക്കേ, അപ്പോൾ നമുക്ക് കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തു. So we get g dash of yz. The g dash is equal to 2yz. പക്ഷെ നമുക്ക് എന്താ കിട്ടുന്നത്? ഇതല്ല ആൻസർ. നമുക്ക് ആൻസർ ബൈ 5 ഇതാണ്. പക്ഷെ ഇവിടെ കിട്ടണം g കിട്ടണം. അപ്പോൾ ഈ g dash നമുക്ക് എന്ത് ചെയ്യാം? g നെ കണ്ടെത്തണം. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് with respect to y ഇന്റഗ്രേറ്റ് ചെയ്യാം. g dash ആണ് ഡോ g by ഡോ g by ഡോ y ആണ്. ഡോ g by ഡോ y. ഡോ g by ഡോ y ആണ്. കാരണം പാർഷ്യലി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കേ, സോ വി ഗെറ്റ് ഡോ g by ഡോ y is equal to 2yz. Therefore integrating we get g is equal to 2z into y ഇന്റഗ്രൽ y square by 2. ഓക്കേ, ഇതിനെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. പ്ലസ് ഒരു കോൺസ്റ്റന്റ് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ നമ്മൾ x നെ ഒഴിവാക്കി y ഉം z ഉം ആക്കണം. രണ്ടാമത്തെ നമ്മൾ ആരെ ഒഴിവാക്കണം? x ഒഴിവാക്കണം, y ഒഴിവാക്കണം. ബാക്കി ആരെ മാത്രം ഉണ്ടാവും? h of z. Okay, therefore we get g is equal to zy square plus h of z. അതെവിടെ കൊടുക്കുക? ഇക്വേഷൻ 4 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കേ, സോ we get equation 4 substitute ചെയ്യുമ്പോൾ equation 4 implies 5 is equal to x cube plus g की बारे में z y square plus h of z. इतना आंसर आयो. पोटेंशियल
പൊട്ടൻഷ്യൽ ഫൈ ആണ്, പക്ഷെ അവിടെ ആരും കൂടി അറിയണം നമുക്ക് ഈ എച്ച് ഓഫ് സെറ്റ് എന്താണെന്ന് അറിയണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാത്ത ഇക്വേഷൻ ഏതാ? ഇക്വേഷൻ 3. അപ്പൊ ഇത് രണ്ടും സെയിം ആവണം. ഇത് സെയിം ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് സെയിം ആവണ്ടേ? ഇവിടെ നമുക്ക് എന്ത് കിട്ടണം? ഡോ ഫൈ ബൈ ഡോ സെറ്റ് കിട്ടണം. അപ്പൊ ഇതിന് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു സെറ്റ്. സോ വി ഗെറ്റ് ഡോ ഫൈ ബൈ ഡോ സെറ്റ് ഈസ് ഈക്വൽ ടു x ക്യൂബ്. ഇതിനകത്ത് സെറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് സെറ്റ് y സ്ക്വയർ. അപ്പൊ y സ്ക്വയർ കോൺസ്റ്റന്റ്, സെറ്റിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഡോ h ബൈ ഡോ z. ഇക്വേഷൻ നമ്പർ 5. ഓക്കേ, സോ ഇതിനെ 5 ആണ്. ഇതിനെ ഇക്വേഷൻ നമ്പർ 6. അപ്പൊ ഇക്വേഷൻ 6 ഉം 3 ഉം കമ്പയർ ചെയ്യാം. കമ്പയറിംഗ് ഇക്വേഷൻ 3 ആൻഡ് 6. ഇക്വേഷൻ 3 ഉം 6 ഉം കമ്പയർ ചെയ്യാം. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇവിടെ 0 പോയി, y സ്ക്വയർ വിളിച്ച് y സ്ക്വയർ വിളിച്ച് അല്ലേ? ബാക്കി എന്താ ഉള്ളത്? y സ്ക്വയർ രണ്ട് ടേമിൽ y സ്ക്വയർ ഉണ്ട്. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഡോ h ബൈ ഡോ z ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? 0 ഉണ്ട്. സോ we get ഡോ h ബൈ ഡോ z is equal to 0. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. h is equal to കിട്ടും ഇന്റഗ്രൽ 0 dz പ്ലസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്തുകൊണ്ട് അവിടെ c എഴുതാൻ കാരണം? അപ്പോൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്ത് ആരെ ഒഴിവാക്കി? x നെ ഒഴിവാക്കി. രണ്ടാമത് ഇന്റഗ്രേറ്റ് ചെയ്ത് ആരെ ഒഴിവാക്കി? x നെ ഒഴിവാക്കി, y നെ ഒഴിവാക്കി. അപ്പോൾ മൂന്നാമത് ഇന്റഗ്രേറ്റ് ചെയ്ത് ആരെ ഒഴിവാക്കി? x ഒഴിവാക്കി, y ഒഴിവാക്കി, z നെ ഒഴിവാക്കി. അല്ലേ? ഭാഗം 3 വേരിയബിൾസ് ഉള്ളൂ. 3 വേരിയബിൾ ഒഴിവാക്കി ബാക്കി ആരെ മാത്രമേ ഉള്ളൂ? c മാത്രം. അത് അവിടെ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 5 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore equation 5 becomes phi is equal to x cube plus 2, so not 2, z y square or y square z plus c. ഇതാണ് നമ്മളെ ഇത് നമ്മൾ പറഞ്ഞ പേരെന്താ? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് നമ്മളെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഡോ p ബൈ ഡോ x, ഡോ y, ഡോ q ബൈ ഡോ x, ഡോ q ബൈ ഡോ z, ഡോ r ബൈ ഡോ y, അതേപോലെ ഡോ p ബൈ ഡോ z ആൻഡ് ഡോ r ബൈ ഡോ x എന്നും ഈക്വൽ ആണെന്ന് കാണിച്ചു. അപ്പോൾ പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? f കൺസർവേറ്റീവ് ആണ്. f കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ f is equal to del phi എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഡോ phi ബൈ ഡോ x is equal to p, ഡോ phi ബൈ ഡോ y is equal to q, ഡോ z ബൈ ഡോ phi ബൈ ഡോ z is equal to r എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് കിട്ടും. കോൺസ്റ്റന്റ് നമ്മൾ g of yz എന്ന് പേര് കൊടുക്കും. പിന്നെ ആ കിട്ടിയ ഇക്വേഷൻ നമ്മൾ 4 തൊട്ടായി നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു y. അത് ഇക്വേഷൻ 2 ആയിട്ട് കമ്പയർ ചെയ്യും. ഇക്വേഷൻ 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഡോ g ബൈ ഡോ y is equal to കിട്ടും, ഒരു എന്തെങ്കിലും നമ്പർ കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യാം? g കണ്ടുപിടിക്കാൻ വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ കോൺസ്റ്റന്റ് പകരം x ഒഴിവാക്കണം, y ഒഴിവാക്കണം. അപ്പോൾ സെന്റിലുള്ള ഒരു ഫംഗ്ഷൻ h of z എന്ന് കിട്ടും. അത് ഇക്വേഷൻ 4 ൽ കൊടുക്കുക. സോ വി ഗെറ്റ് phi is equal to ഒരു ടേം പ്ലസ് h of z എന്ന് കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു z ൽ. അത് ഇക്വേഷൻ 3 യുമായിട്ട് കമ്പയർ ചെയ്യുക. അവിടെ h ഡാഷ് കിട്ടും. അതിന് h ന്റെ വാല്യൂ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് ദ വാല്യൂ 5. ആ 5 നമ്മൾ പറഞ്ഞ പേരാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. യൂണിവേഴ്സിറ്റി എപ്പോഴും ചോദിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഇനി സിമ്പിൾ ആയിട്ടുള്ള കൂടിയുണ്ട്, ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയാം. So how can we find the value of integral? അപ്പോൾ നമുക്ക് ക്ലിയറാണ്. ഇന്റഗ്രൽ from a to b f dot dr is equal to phi of b minus phi of a. ഇതാണ് നമ്മുടെ തിയറം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ from a ഇന്റഗ്രൽ from a to b f എന്താ 3x square dx plus 2
yz dy plus y square dz is equal to phi of b. That is phi of b എന്ന് പറയുന്നത് point 1 minus 1 7 minus phi of 0 1 ആദ്യത്തെ എന്ത് ചെയ്യാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം രണ്ടാമത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് phi of 1 എന്ന് കൊടുക്കുക. അപ്പോൾ എന്താവും phi of 1 minus 1 7 എന്താവും 1 cube plus x ന് minus 1. അപ്പോൾ minus 1 square into 7 plus c constant minus 0 കൊടുക്കുക. x ന് 0 കൊടുക്കുമ്പോൾ 0 cube plus y square എന്താ 1 square into 2 plus c. So we get which is equal to 1 plus minus 1 square 1 into 7 7 plus c minus 0 plus 2 plus c. അപ്പോൾ c cancel ആയി പോയി. ബാക്കി എന്തുണ്ടാവും we get 8 minus 2 which is equal to 6. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം പാത്ത് ഇൻഡിപെൻഡന്റ് വെച്ചിട്ട് ലൈൻ ഇന്റഗ്രലിലെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ ചെയ്തത്രേ ഉള്ളൂ. ആദ്യം പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാൻ കേൾ ഓഫ് 0 എന്ന് കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ഡോ p ബൈ ഡോ y is equal to ഡോ q ബൈ ഡോ x. ആ മൂന്ന് ഇക്വേഷൻ നോക്കാം. 3 x dx dy dz ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. പിന്നെ അതിൽ എന്ത് ചെയ്തു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ phi കണ്ടുപിടിച്ചു. വാല്യൂ കിട്ടാൻ phi of b minus phi of h. താങ്ക് യു.